നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും റോഡിന് കുറുകെ കാറിട്ട് KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ചെന്ന പോലീസ് മെമ്മറി കാർഡ് ഇല്ല എന്ന സത്യം മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുകയാണ്. ഈ പരിശോധനയിൽ കൃത്യമായി തന്നെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ആരുടെ ഭാഗത്താണ് ശരിയും തെറ്റെന്ന് കൃത്യമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ബസ്സിനകത്തുള്ളത് 3 ക്യാമറകളാണ്. ഒന്ന് റോഡിലെ ദൃശ്യങ്ങൾ പകർത്തുവാനും, മറ്റൊന്ന് ഈ ബസ്സിനകത്തുള്ള യാത്രക്കാരുടെ ദൃശ്യങ്ങൾ പകർത്താൻ, ഒന്ന് ഈ ഡ്രൈവറിന്റെ ഭാഗത്തുള്ള ക്യാമറ. ഈ 3 ക്യാമറകളും ബസ്സിനകത്തുണ്ടെങ്കിൽ പോലും ക്യാമറകൾക്കൊന്നിനും തന്നെ മെമ്മറി കാർഡ് ഇല്ല എന്നാണ് ഇന്ന് പരിശോധനയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് എന്നാണ് അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ മെമ്മറി കാർഡ് ആരെങ്കിലും എടുത്ത് മാറ്റിയതാണോ, അല്ലെങ്കിൽ വെറും ഷോയ്ക്ക് KSRTC ബസ്സുകളിൽ ഈ ക്യാമറകൾ ഘടിപ്പിച്ചിരിക്കുകയാണോ എന്നടക്കമുള്ള പല ആരോപണങ്ങളിലേക്കും വിരൽ ചൂണ്ടുകയാണ്. ഇതിന് കൃത്യമായി തന്നെ KSRTCയും പോലീസും മറുപടി പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. KSRTC തന്നെ ഔദ്യോഗികമായി തന്നെ ഇതിനൊരു വിശദീകരണം നൽകേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ ബസ്സിനകത്ത് ക്യാമറകൾ വെക്കുന്നത് വെറും ഷോയ്ക്ക് മാത്രമാണോ എന്നാണ് ചോദ്യം. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഈ ഒരു മന്ത്രിസ്ഥാനം ഏറ്റതിനു ശേഷമാണ് എല്ലാ KSRTC ബസ്സിനകത്തും ക്യാമറകൾ സ്ഥാപിച്ചത്. ആ ക്യാമറകൾ സ്ഥാപിച്ചതിന് ശേഷം യാത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് മറ്റ് യാത്രക്കാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ ബസ് ഉദ്യോഗസ്ഥ ഡ്രൈവറിന്റെയോ കണ്ടക്ടറിന്റെയോ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ വേണ്ടി ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ നൽകിക്കൊണ്ട് പരാതി നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമറകൾ സ്ഥാപിച്ചത്. ഒരാഴ്ച വരെ ഈ ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയും. പക്ഷെ അത്തരം നല്ലൊരു ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന ക്യാമറകൾ വെറും ഷോ ആയിരുന്നോ എന്നാണ് ചോദ്യം. അതല്ല, ഇത് മനഃപൂർവ്വം മേയറിന്റെ പല കൈകളും പ്രവർത്തിച്ചതാണ് എന്ന് പറയുന്നുമുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ അധികൃതർ പ്രധാനമായും മേയറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു എല്ലാ നടപടിയും സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസവും എല്ലാം കണ്ടിരുന്ന ഈ ഒരു ബസ്സിനകത്തുള്ള CCTV ക്യാമറകളുടെ ദൃശ്യങ്ങൾ പകർത്തുവാൻ ഇത്രയും ദിവസം പോലീസിന് വേണ്ടി വന്നു. ആ ഘട്ടത്തിൽ പോലും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ഇത് വാർത്തയായതുകൊണ്ട് മാത്രമാണ് ഇന്ന് പോലീസ് പരിശോധനയ്ക്കായി എത്തിയത്. ഇന്ന് പോലീസ് പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് മെമ്മറി കാർഡ് കാണാനില്ല എന്ന വസ്തുത മനസ്സിലാകുന്നത്. മെമ്മറി കാർഡ് കളവ് പോയതാണോ, ആരെങ്കിലും മാറ്റിയതാണോ, ഇനി മെമ്മറി കാർഡ് ഇല്ലാതെയാണോ ബസ്സിൽ ക്യാമറകൾ ഘടിപ്പിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ വരികയാണ്. എന്തായാലും ഗതാഗത വകുപ്പ് മന്ത്രി ഈ ഒരു കാര്യത്തിൽ വിശദീകരണം നൽകിയേ മതിയാവുകയുള്ളൂ. കാരണം അദ്ദേഹത്തെ വിശ്വസിച്ചാണ് പലരും ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അല്ലെങ്കിൽ യദുവിന്റെ നിഷ്കളങ്കത അല്ലെങ്കിൽ യദുവിന്റെ സത്യാവസ്ഥ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലായിരുന്നു ആ ദൃശ്യങ്ങളെങ്കിൽ അതുകൊണ്ടായിരിക്കാം മനഃപൂർവ്വം ആരെങ്കിലും അത് മാറ്റിയത് എന്നുള്ള ചോദ്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും ഇതിന്മേൽ ഒരു പുതിയ വഴിത്തിരിവിലേക്ക്, പുതിയ നാടകീയ രംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്.